2026 ജനുവരി 12 സിറാജ് എഡിറ്റോറിയൽ. സംസ്ഥാനം കടക്കെണിയിലോ? ഉപഭോക്തൃ സംസ്ഥാനമെന്ന നിലയിൽ കേരളത്തിന്റെ പൊതുകടക്കെണി ആശങ്ക ഉയർത്തുന്നതാണ്. ഇതു സംബന്ധിച്ച് നിലവിൽ ഉയരുന്ന വിമർശങ്ങളെ രാഷ്ട്രീയ ആരോപണമെന്നതിനപ്പുറം ഗൗരവമായി തന്നെ കാണേണ്ട വിഷയമാണെന്നതിൽ തർക്കമില്ല. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷത്തിൻ്റെയുൾപ്പെടെയുള്ള പ്രചാരണങ്ങളെ രാഷ്ട്രീയമായി പ്രതിരോധിക്കുന്നതോടൊപ്പം ഇതിന്റെ യാഥാർത്ഥ്യങ്ങൾ കൂടി പരിഗണിച്ച് സമീപിക്കേണ്ട ഉത്തരവാദിത്തം സംസ്ഥാന ഭരണകൂടത്തിനുണ്ട്. സംസ്ഥാനങ്ങളുടെ കടക്കെണിയിൽ നിലവിൽ രാജ്യത്തിന്റെ ദേശീയ ശരാശരിയും നമുക്ക് മുന്നിലുള്ള സംസ്ഥാനങ്ങളുടെ പട്ടികയും വെച്ച് മാത്രം പ്രതിരോധിക്കുന്നത് ഫലപ്രദമാകില്ലെന്നാണ് വിദഗ്ധപക്ഷം. നിലവിൽ കേരളത്തിന്റെ പൊതുകടവും GSTയും തമ്മിൽ അനുപാതം 24.88%. ഇത് ദേശീയ ശരാശരിയേക്കാൾ താഴെയാണ്. കേരളത്തിന്റെ സാമ്പത്തിക സാഹചര്യങ്ങളെയും കേന്ദ്ര സർക്കാർ സമീപനങ്ങളെയും വിലയിരുത്തുമ്പോൾ കാര്യങ്ങൾ കേരളത്തിന് ആശാവഹമാകില്ല. CAGയുടെ പുതിയ റിപ്പോർട്ട് പ്രകാരം 2023-24 സംസ്ഥാനങ്ങളുടെ മൊത്തം റവന്യൂ വരുമാനത്തിലെ സംസ്ഥാന നികുതിയേതര വരുമാനത്തിന്റെ ദേശീയ ശരാശരി 57.77%. എന്നാൽ കേരളത്തിൻ്റേത് ഇത് 72.84%. ദേശീയ ശരാശരിയേക്കാൾ മുന്നിലാണ് കേരളമെന്നത് സൂചകമാണെങ്കിലും കേന്ദ്രത്തെ കൂടുതൽ ആശ്രയിക്കാതെ റവന്യൂ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ കേരളത്തിന്റെ ധനസ്ഥിതി മെച്ചപ്പെടുത്താൻ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ആസൂത്രണം അനിവാര്യമാണ്. ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് GST പിരിവിലെ ചോർച്ച ഒഴിവാക്കുകയും ഒപ്പം നികുതി നൽകാത്തവരെ കണ്ടെത്താൻ ഡാറ്റ അനലിറ്റിക്സ് പ്രയോജനപ്പെടുത്തുകയും വേണം. പ്രത്യേക അദാലത്തുകളോ സ്കീമുകളോ നടപ്പാക്കുക. വിവിധ വകുപ്പുകളിലായി കെട്ടിക്കിടക്കുന്ന നികുതി കുടിശ്ശികകൾ വേഗത്തിൽ പിരിച്ചെടുക്കുക. നഷ്ടത്തിലോടുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ പുനഃക്രമീകരിച്ച് അവയെ ലാഭത്തിലാക്കാൻ ശ്രമിക്കുക. സർക്കാർ നൽകുന്ന വിവിധ സേവനങ്ങളുടെ ഫീസുകൾ കാലോചിതമായി പരിഷ്കരിക്കുക തുടങ്ങിയ പരിഹാരങ്ങൾ തേടണം. സർക്കാരിന്റെ കൈവശമുള്ള ഉപയോഗിക്കാത്ത ഭൂമി പാട്ടത്തിന് നൽകിയോ വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചോ അധിക വരുമാനം കണ്ടെത്തണം. കാർഷിക മേഖലയിൽ നിന്നുള്ള വരുമാനം വർദ്ധിപ്പിക്കാൻ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിന് മുൻഗണന നൽകുക. IT പാർക്കുകളും സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റവും വിപുലീകരിച്ച് കൂടുതൽ നിക്ഷേപങ്ങളെ ആകർഷിക്കുകയും തൊഴിലവസരങ്ങളും വരുമാനവും വർദ്ധിപ്പിക്കുകയും ചെയ്യുക തുടങ്ങിയ നിർദ്ദേശങ്ങളും നടപ്പാക്കണം. പൊതുച്ചെലവ് കുറച്ചേ തീരൂ. ആഡംബര വാഹനങ്ങൾ വാങ്ങുന്നതും ഓഫീസുകളുടെ മോടി പിടിപ്പിക്കലും നിയന്ത്രിച്ച് ചെലവ് ചുരുക്കണം. ആനുകൂല്യങ്ങൾ അർഹരായവർക്ക് മാത്രമേ ലഭിക്കുന്നുള്ളൂവെന്ന് ഉറപ്പാക്കുക. കുറഞ്ഞ പലിശയുള്ള വായ്പകൾ കണ്ടെത്തി കടമെടുപ്പ് പരിധി കൃത്യമായി പാലിക്കുക. വലിയ പദ്ധതികളിൽ PPP മോഡൽ നിക്ഷേപം പ്രോത്സാഹിപ്പിച്ച് സർക്കാരിന്റെ സാമ്പത്തിക ബാധ്യത കുറയ്ക്കുക. കേരളത്തിന്റെ ടൂറിസം സാധ്യതകൾ കൂടുതൽ വിദേശികളിലേക്ക് എത്തിച്ച് വിദേശ നാണ്യം വർദ്ധിപ്പിക്കുന്നതിന് കൃത്യമായ പദ്ധതികൾ നടപ്പാക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ സാമ്പത്തിക ഞെരുക്കത്തെ ഒരു പരിധി വരെ പ്രതിരോധിക്കാനാകുമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ബഹുഭൂരിപക്ഷം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്കും മൊത്തം റവന്യൂ വരുമാനത്തിൽ വലിയ പങ്ക് കേന്ദ്രവിഹിതമാണ്. അതേസമയം കേന്ദ്ര നികുതി വിഹിതവും ഗ്രാന്റുകളുമായി നിലവിൽ കേരളത്തിന് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്നത് 27.16% മാത്രമാണ്. എന്നാൽ നികുതിയേതര വരുമാനം ഇരട്ടിയായതിനാലാണ് കേരളത്തിന് പിടിച്ചു നിൽക്കാനാകുന്നത്. ഈ യാഥാർത്ഥ്യം അംഗീകരിച്ചുകൊണ്ട് തന്നെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ക്രിയാത്മക ഇടപെടലുകളാണ് സംസ്ഥാനം നടത്തേണ്ടത്. അതേസമയം സംസ്ഥാനത്തെ ജനങ്ങളുടെ ജീവിതാവശ്യങ്ങൾക്ക് വിനിയോഗിക്കേണ്ട പണം വിവിധ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി തികച്ചും രാഷ്ട്രീയ പ്രേരിതമായി കേന്ദ്ര സർക്കാർ നിഷേധിക്കുന്നതാണ് കേരളം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. കേരളം സാമ്പത്തിക ദൃഢീകരണ മേഖലയിൽ ഉണ്ടാക്കുന്ന നേട്ടങ്ങളെ അംഗീകരിക്കാൻ തയ്യാറാകാത്ത സംസ്ഥാനത്തെ ശ്വാസം മുട്ടിക്കുന്ന നടപടികളാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ ഈ വർഷം ഏകദേശം 5784 കോടി രൂപയാണ് കിട്ടാനുള്ളതെന്നത് മാത്രം മതി കേന്ദ്രത്തിന് കേരളത്തോടുള്ള മനോഭാവം മനസ്സിലാക്കാൻ. ബീഹാറിന് 72.27%, ഉത്തർപ്രദേശിന് 55.48%, ബംഗാളിന് 53.25% എന്നിങ്ങനെയാണ് കേന്ദ്രവിഹിതം. 16 സംസ്ഥാനങ്ങൾക്കാണ് മൊത്തം വരുമാനത്തിന്റെ 50%-ലേറെ കേന്ദ്രവിഹിതമായി ലഭിക്കുന്നത്.
ഇവയിൽ ഭൂരിപക്ഷവും BJP ഭരണ പങ്കാളിത്തമുള്ളതാണ്. കേന്ദ്ര നികുതി വിഹിതത്തിന്റെ 72% 10 സംസ്ഥാനങ്ങൾക്കായാണ് ലഭിക്കുന്നത്. ബാക്കി 28% 18 സംസ്ഥാനങ്ങൾക്കും. ഉത്തർപ്രദേശിനാണ് ഏറ്റവും വലിയ വിഹിതം 17.94%, ബീഹാറിന് 10.06%, മധ്യപ്രദേശിന് 7.85%, പശ്ചിമ ബംഗാളിന് 7.52%, മഹാരാഷ്ട്രയ്ക്ക് 6.32%, രാജസ്ഥാന് 6.03%, ഒഡീഷയ്ക്ക് 4.53% എന്നിങ്ങനെ. കേരളത്തിന് വെറും 1.93% കേന്ദ്ര നികുതി വിഹിതം. എന്നിട്ടും കേരളത്തിന്റെ ആകെ റവന്യൂ വരുമാനത്തിൽ സ്വന്തം വരുമാനത്തിന്റെ അനുപാതം ഉയർന്നു നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ 6ാമതാണ് കേരളം.